എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ജില്ലാതല കൗൺസിലിംഗിനായിട്ടുള്ള രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കും. ഇതുവരെ പോളിടെക്നിക് കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുകയും അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കൗൺസിലിംഗിൽ പങ്കെടുക്കാവുന്നതാണ്. കൗൺസിലിംഗിനായിട്ട് വിദ്യാർത്ഥികൾ കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് നൽകുകയും അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകി നിങ്ങൾ ഏത് ജില്ലയിലാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് മറ്റൊരു ജില്ലയിലേക്ക് കൂടി നിങ്ങൾക്ക് ഈ രീതിയിൽ അപേക്ഷിക്കാവുന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് 3 ജില്ലകളിലേക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. 3 ജില്ലകൾ കൂടാതെ ഇടുക്കി, വയനാട് ജില്ലകൾ എക്സ്ട്രാ വേണമെങ്കിൽ അടുത്ത 4-5 ഓപ്ഷൻ, അതായത് 4-5 ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു വേണമെങ്കിൽ 3 ജില്ലകളിലേക്കും അതുകൂടാതെ ഇടുക്കി, വയനാട് ജില്ലകളിലേക്ക് അധികമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷനുള്ള രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പലരും ചോദിച്ചതാണ്, നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ എന്താണ് കൊണ്ടുപോകേണ്ടത്, ആ ഒരു ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിന്റ് കൗൺസിലിംഗ് ഓർ സ്പോട്ട് രജിസ്ട്രേഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രിന്റ് ഔട്ട്, അതായത് ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ കൗൺസിലിംഗ്, സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വേക്കൻസി പൊസിഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേക്കൻസി പൊസിഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് ജില്ലയിലെ പോളിടെക്നിക് കോളേജിലാണ് അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നത് ആ ഒരു പോളിടെക്നിക്കും അതുപോലെ ജില്ലയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വീതം വേക്കൻസി ഓരോ കാറ്റഗറിയിലും ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഓരോ പോളിടെക്നിക് കോളേജിലെയും വേക്കൻസി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ഷെഡ്യൂൾസ് വന്നതായിട്ട് കാണാം. നിലവിൽ ഇപ്പോൾ ഈ ഒരു വെണ്ണിക്കുളം, അതുപോലെ തന്നെ ചേർത്തല, അപ്പോൾ ഇങ്ങനെ, അതായത് പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ആ ഒരു പോളിടെക്നിക് കോളേജിൻ്റെ മാത്രം ഷെഡ്യൂൾ നിലവിൽ വന്നിട്ടില്ല. അത് ഇന്ന് രാത്രിയോടെ തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ നേരെയുള്ള ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ തിരുവനന്തപുരം പോളിടെക്നിക് കോളേജിലാണ് അപ്ലൈ ചെയ്തതെങ്കിൽ അതിൻ്റെ നേരെയുള്ള ആ ഒരു ഷെഡ്യൂളിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഷെഡ്യൂളും അതുപോലെ തന്നെ അഡ്മിഷൻ എപ്പോഴാണ് നിങ്ങൾ ഹാജരാവേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ് സ്ട്രീം 1, സ്ട്രീം 2, ഇതിൽ സ്ട്രീം 1 ആണോ നോക്കേണ്ടത്, ഏതാണ് നിങ്ങളുടെ റാങ്ക് എന്നുള്ളത്. ഇത് രണ്ടും നിങ്ങളുടെ റാങ്കാണ്. അപ്പോൾ ഈ 2 റാങ്കും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് സ്ട്രീം 1 എന്ന് പറഞ്ഞാൽ അത് എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ടെക്നോളജി വിഭാഗത്തിൽപ്പെടുന്ന കോഴ്സുകളായിരിക്കും. സ്ട്രീം 2 ആണെങ്കിൽ അത് DCP അല്ലെങ്കിൽ CABM അതുപോലെ തന്നെ DHMCT എന്നീ കോഴ്സുകളാണ് ഈ ഒരു സ്ട്രീം 2-ൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ, അതായത് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നവർ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ ഹാജരാക്കേണ്ടതാണ്. അഡ്മിഷന് വിദ്യാർത്ഥിയോടൊപ്പം രക്ഷിതാർത്താവ് നിർബന്ധമായിട്ടും ഹാജരാവേണ്ടതാണ്. ഭിന്നശേഷി വിഭാഗത്തിലുള്ള അപേക്ഷകർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം. അതുപോലെ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ഫീസ് UPI അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴി അടയ്ക്കേണ്ടതാണ്. PTA ഫണ്ട് പൈസയായിട്ടാണ് അടയ്ക്കേണ്ടി വരിക. അപ്പോൾ ഇത്രയുമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു, അതായത് നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ പോകുമ്പോൾ എന്തൊക്കെ എടുക്കണമെന്നുള്ളത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓരോ ഷെഡ്യൂൾ കാണാം. നിങ്ങൾക്ക് ഇവിടെ സ്ട്രീം 1, അതായത് സ്ട്രീം 1 എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ്, ടെക്നോളജി വിഭാഗത്തിൽപ്പെട്ട കോഴ്സുകളാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് ദിവസമാണ് നിങ്ങൾ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടത്, അതുപോലെ ഏത് സമയത്താണ്, അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഏതൊക്കെ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണ് പങ്കെടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു കോളേജിൽ പോവുക. അത് കൃത്യസമയത്തേക്ക് പോകണം. കാരണം പെട്ടെന്ന് തന്നെ നിങ്ങളെ റാങ്ക് വിളിച്ച് നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണ് അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ളതെന്ന് ചോദിച്ച് അവിടേക്ക് അഡ്മിഷൻ തരികയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു കൃത്യസമയത്തിന് മുമ്പ് തന്നെ നിങ്ങൾ എത്തിച്ചേരേണ്ടതാണ് കോളേജിൽ. അതുപോലെ നിങ്ങൾക്ക് അടുത്തതായിട്ട് കാണാം സ്ട്രീം 1 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് റാങ്ക് 6000 വരെയുള്ള എല്ലാ വിഭാഗക്കാരും എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഏത് സമയത്താണ് ഹാജരാവേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 4000 ആണെന്ന് കരുതുക. അപ്പോൾ 4000 ആണ്. അപ്പോൾ സ്ട്രീം 1-ൽ 4000 ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രീം 2-ലാണെങ്കിൽ ഏകദേശം ഒരു 20000 ആണെന്ന്, 20000 അല്ല, ജസ്റ്റ് ഒരു 5000 ആണെന്ന് കരുതുക. അപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് സ്ട്രീം 1-ൽ 4000 ആണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു ദിവസമാണ്, ഇവിടെ ആദ്യത്തെ ദിവസം നോക്കുന്ന സമയത്ത് രാവിലെ 11 മണി ആദ്യത്തെ നോക്കി ആ ഒരു ലിസ്റ്റിലില്ല. രണ്ടാമത്തെ നോക്കുമ്പോൾ രാവിലെ 11 മണിക്ക് സ്ട്രീം 1 റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ 4000 ആണ് റാങ്ക്. അപ്പോൾ ഇവിടെ 6000 വരെയുള്ള വിദ്യാർത്ഥികൾ എല്ലാ വിഭാഗക്കാർക്കും പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആ സമയത്താണ് ഈ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് അവിടെ എത്തുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് കറക്റ്റായിട്ട് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്തത് സ്ട്രീം 2-ൽ 5000 ആണ് റാങ്ക് എന്ന് കരുതുക. അപ്പോൾ സ്ട്രീം 2-ൽ 5000 ആണ് റാങ്ക് എങ്കിൽ ഇതിൽ കറക്റ്റായിട്ട് ഏത് ദിവസമാണ് ഹാജരാവേണ്ടത് എന്നുള്ള കാര്യം ജസ്റ്റ് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ സ്ട്രീം 1 കഴിഞ്ഞ ശേഷമാണ് പിന്നെ സ്ട്രീം 2-ൻ്റെ വരുന്നത്. അപ്പോൾ സ്ട്രീം 2-ൽ നോക്കുന്ന സമയത്ത് ഇവിടെ കാണാം ഈ ഒരു റാങ്ക് സ്ട്രീം 2 ലിസ്റ്റിൽ ഉൾപ്പെട്ട 20000 വരെയുള്ള വിദ്യാർത്ഥികൾ എല്ലാ വിഭാഗക്കാരും. അപ്പോൾ ആ ഒരു ദിവസമാണ്, അതായത് ആ ഒരു ദിവസം കൂടി ഞാൻ പോകുന്നു. അതായത് ആദ്യത്തെ ദിവസം പോയിട്ട് എനിക്കിപ്പോൾ ആ സ്ട്രീം 1-ൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിന് ഹാജരാവേണ്ട ആവശ്യമില്ല. പിന്നീട് സ്ട്രീം 1-ൽ, അതായത് ഈ ഒരു ആദ്യത്തെ ദിവസങ്ങളിൽ
ഉള്ള ആ ഒരു സ്ട്രീം 1 റാങ്ക് ലിസ്റ്റിൽ പോയിട്ട് ആ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുകയും എന്നാൽ അതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ സ്ട്രീം 2 വീണ്ടും പങ്കെടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്ട്രീം 1 കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം പങ്കെടുത്താൽ മതി. സ്ട്രീം 1 കിട്ടുകയാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ വീണ്ടും അതിൽ പങ്കെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഓൾറെഡി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും അതിൽ പങ്കെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് സ്ട്രീം 1 റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, അത് നിങ്ങൾ എപ്പോഴാണ് ആ ഒരു പോളിടെക്നിക് കോളേജിൽ പോവേണ്ടതെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുകയും ആ ഒരു സമയത്തിന് മുൻപായിട്ട് തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പായിട്ട് തന്നെ കോളേജിൽ എത്താനും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും കറക്റ്റായിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് കോട്ടയത്തെ ആ ഒരു കോളേജിൻ്റെ നോക്കാം. അപ്പോൾ കോട്ടയത്തിൻ്റെ നോക്കുന്ന സമയത്ത് ജസ്റ്റ് അതിപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അത് ഡൗൺലോഡ് ആക്കിയിട്ട് നമുക്ക് നോക്കാം അതിൻ്റെ ഷെഡ്യൂൾ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ആ ഒരു ഷെഡ്യൂൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് QR കോഡ് അല്ലെങ്കിൽ UPI പേയ്മെൻറ്റ് പ്രകാരം നിങ്ങൾക്ക് ഫീസ് അടക്കാം. അതുപോലെ തന്നെ PTA ഫണ്ട്, യൂണിഫോം ഫീസ് എന്നിവ സഹിതം രക്ഷാകർത്താവിനോടൊപ്പം കൃത്യസമയത്ത് നിങ്ങൾ ഹാജരാവണം. അതുപോലെ തന്നെ ഇവിടെ കോട്ടയം ജില്ലയിലേക്ക് സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ രജിസ്ട്രേഷൻ സ്ലിപ്പ് കൊണ്ടുവരേണ്ടതാണ്. അത് നിങ്ങൾ ഓരോ ജില്ലയിലേക്കും രജിസ്ട്രേഷൻ ചെയ്യുന്നതനുസരിച്ച് ആ ഒരു ജില്ലയിൽ രജിസ്ട്രേഷൻ സ്ലിപ്പാണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ആ ഒരു ഡീറ്റെയിൽസ്, അതായത് ഈ ഒരു ഇവിടെ മറ്റൊന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് കോട്ടയം സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസിൽ പ്രവേശനം ആവശ്യമുള്ളവർ സ്ട്രീം 2 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും ആ ഒരു സമയത്ത് ഹാജരാണെന്ന് പറഞ്ഞിട്ട് നൽകിയിട്ടുണ്ട്. അതായത് ഇവിടെ നൽകിയിട്ടുള്ളത് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. അതായത് കോട്ടയം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ 22-ാം തീയതി സ്ട്രീം 1 ഉൾപ്പെട്ടവർ, ഈ ഒരു സ്റ്റേറ്റ് റാങ്ക് 1 മുതൽ 8000 വരെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു 8 മണി മുതൽ 8:30 വരെ അതിനിടയിലായിട്ട്, അതായത് കുറച്ച് നേരത്തെ പോകേണ്ടതായിട്ട് വരും ഈ ഒരു സാഹചര്യത്തിൽ. കാരണം 8 മണിക്കാണ് അവിടെ ആ ഒരു സ്ട്രീം 1 സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ഏത് സമയത്താണ് പോകേണ്ടതെന്നുള്ളത് സ്ട്രീം 1 നോക്കിയിട്ട് പോവുക. അതിനുശേഷം സ്ട്രീം 2 സ്ട്രീം 1 കഴിഞ്ഞ ശേഷമാണ് സ്ട്രീം 1 നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയാണെങ്കിൽ സ്ട്രീം 2 നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്ട്രീം 1 ആ ഒരു ടൈം എപ്പോഴാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ആ ഒരു സമയത്ത് പോവുക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ നിർദ്ദേശങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നിലവിൽ അഡ്മിഷൻ ലഭിച്ചവരിൽ, അതായത് സ്ഥാപന മാറ്റമോ ബ്രാഞ്ച് മാറ്റമോ ആഗ്രഹിക്കുന്നവർക്കും പുതുതായിട്ട് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും പങ്കെടുക്കാവുന്നതാണ്. നിലവിൽ പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള അപേക്ഷകൻ ആണെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പോ അല്ലെങ്കിൽ ഫീസ് അടച്ച റെസിപ്റ്റോ ഹാജരാക്കിയാൽ മതിയാകും. സ്വാശ്രയ പോളിടെക്നിക് കോളേജിൽ, അതായത് പ്രൈവറ്റ് അല്ലാതെ സ്വാശ്രയ പോളിടെക്നിക് കോളേജിലെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും അഡ്മിഷൻ സ്ലിപ്പോ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റോ അഡ്മിഷൻ ലഭിച്ചതിൻ്റെ രേഖകളോ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കൗൺസിലിംഗ് സമയത്ത്, അതായത് അപേക്ഷകന് അപ്പോൾ ഒഴിവുള്ള സീറ്റുകളിലേക്ക് കോളേജും ബ്രാഞ്ചും പുതുതായിട്ട് ചേർത്ത് മുഴുവൻ ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാത്ത അപേക്ഷൻ്റെ അഡ്മിഷൻ റദ്ദാക്കപ്പെടുന്നതും ലിസ്റ്റിലെ ക്രമം അനുസരിച്ച് ഹാജരായിട്ടുള്ള അടുത്ത അപേക്ഷകന് നൽകുന്നതും ആയിരിക്കും. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ജില്ലയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത മാതൃകയിലുള്ള പ്രോക്സി ഫോം അപേക്ഷകനും രക്ഷിതാവും ഒപ്പിട്ടത് ഹാജരാക്കേണ്ടതാണ്. അപേക്ഷകൻ നിർദ്ദേശിക്കുന്ന പ്രോക്സിയാണ് ഹാജരാക്കുന്നതെങ്കിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും അപേക്ഷകൻ സാക്ഷ്യപ്പെടുത്തിയത് സഹിതം ഹാജരാക്കേണ്ടതാണ്. എന്നാൽ അപേക്ഷകൻ ഹാജരാക്കുന്ന ജില്ലയിലെ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ടതാണ് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ജില്ലയിൽ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ എടുക്കുന്നത് അതാണ് നിങ്ങളുടെ അഡ്മിഷനായിട്ട് നിലനിൽക്കുകയുള്ളൂ. അതിന് ബാക്കി ഓട്ടോമാറ്റിക്കലി റദ്ദ് ചെയ്യപ്പെടും. അതിനാൽ തന്നെ ഒന്നിൽ കൂടുതൽ ജില്ലയിൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ മറ്റൊരു ജില്ലയിലേക്ക് അയക്കുന്നവരോട് കറക്റ്റായിട്ട് എവിടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത്, ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു അലോട്ട്മെൻറ്റിൽ പിന്നീട് പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ പ്രോക്സി ഫോം എന്താണ്, അതെങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.